Hi all, welcome back to another video. So നമ്മൾ ഓൾറെഡി ഉള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ചാപ്റ്ററിലാണ്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫസ്റ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് 100% കോൺസെപ്റ്റ്സുകൾ റിവീൽ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൽ തന്നെ നമ്മൾ പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ പല സിറ്റുവേഷൻസിൽ ആഫ്റ്റർ ഡേറ്റിൽ എങ്ങനെ ചെയ്യാം, ആഫ്റ്റർ സൈക്കിൾ എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ പബ്ലിക് ഹോളിഡേ അല്ലെങ്കിൽ സഡൻ ഹോളിഡേ, മറ്റനവധി ഡിസ്കഷൻസ്, അതായത് ഡേയ്സ് വെച്ചുള്ള കാൽക്കുലേഷൻസ്, മന്ത്സ് വെച്ചുള്ള കാൽക്കുലേഷൻസ് എല്ലതും ചെയ്ത് ആസ് വെൽ ആസ് നമ്മൾ അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന MCQ ഇല്ലുസ്ട്രേഷൻസ് ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചാപ്റ്ററിൽ ജേർണൽ എൻട്രികൾ എഴുതാം. അപ്പൊ ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് റീറ്റെയിൻ ചെയ്യാം ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, നമുക്കത് എൻഡോഴ്സ് ചെയ്യാം മറ്റൊരു തേർഡ് പാർട്ടിക്ക് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം, നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ബില്ല് വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ബാങ്കിലേക്ക് സെൻഡ് ഫോർ കളക്ഷന് വേണ്ടി ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു ബില്ലുമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലേക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രികൾ ചെയ്താൽ, വാട്ട് ആർ ദ ചേഞ്ചസ്, എവറിഥിങ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഡ്രോയർ ആസ് വെൽ ആസ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ഡ്രോയി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ട് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 നമ്മൾ ചെയ്തു. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ് ലൈക്ക് ആക്ച്വലി നമ്മൾ കുറെ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, എൻഡോഴ്സ് ചെയ്ത് പോയി അവിടെ പോയിട്ട് ആ ബില്ല് എന്ത് ചെയ്യുക, ഡിസോണറായി തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു 4ഓളം ആളുകളുടെ ക്യാരക്ടറിലേക്ക് ടൈം ടു ടൈം സ്വിച്ച് ചെയ്ത് പോകുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇല്ലുസ്ട്രേഷൻ ആക്ച്വലി ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ആണ്. ബട്ട് ബിഫോർ ദാറ്റ്, ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് നോളജ് ആവശ്യമുണ്ട്. സാറേ എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട് നോളജ്? സോ വി ആർ മൂവിങ് ടു ഡിസ്കസിങ് അബൌട്ട് റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പഠിച്ചാലാണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 നമുക്ക് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുക. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4ൽ ഒരു പുതിയ കോൺസെപ്റ്റ്സിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം ആ കോൺസെപ്റ്റ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോളജ് കിട്ടിയാലാണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. സോ ബിഫോർ എന്താ പറയുക, മറ്റൊരു ഡിലേ വെക്കാതെ നമുക്ക് നേരെ വാട്ട് ഈസ് റിന്യൂവൽ ഓഫ് ബിൽ എന്ന കോൺസെപ്റ്റ്സിന്റെ ഡിസ്കഷനിലേക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പോകും. നമ്മളെപ്പോഴും ഡിസ്കഷനിൽ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് എടുത്ത് റിയലിസ്റ്റിക് ആയിട്ട് വളരെ നാച്ചുറൽ വേയിൽ ഡിസ്കസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു കച്ചവടക്കാരൻ, ഞാൻ എക്സ് ആണ്, എക്സ് ഒരു കച്ചവടക്കാരനാണ്, ഞാനാണ് കച്ചവടം ചെയ്യുന്നത്. എന്റെ സ്ഥാപനത്തിലേക്ക് വൈ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് എൻ്റെ ഷോപ്പിൽ വരും. ഓക്കെ, ഈ ആള് നമ്മൾ സാധനങ്ങൾ കടത്തിനാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ വന്നിട്ടുള്ള വൈ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഒരു മുൻപരിചയമില്ല. എനിക്ക് അയാളുമായിട്ട് ഒരു മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും കടം കൊടുക്കത്തേ ഇല്ല. ഇതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു കാരണവശാലും കടം കൊടുക്കത്തില്ല. പക്ഷേ ഹരി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് 1,00,000 രൂപയുടെ സാധനം, അല്ലെങ്കിൽ വൈ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് 1,00,000 രൂപയുടെ സാധനങ്ങളാണ്. ഈ 1,00,000 രൂപയുടെ സാധനങ്ങൾ ചോദിക്കുമ്പോൾ അതെനിക്ക് കടത്തിന് സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ടിന്റെ സെയിൽസ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു. ഐ വിൽ ബി മോർ ഹാപ്പി. മാത്രമല്ല എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ വന്നിട്ടുള്ള വൈ എന്ന് പറയുന്ന ആളെ എനിക്ക് പരിചയമില്ലല്ലോ. അപ്പൊ അയാൾ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ പൈസ തന്നില്ലെങ്കിലോ, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനല്ലേ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പഠിച്ച പോലെ നമ്മൾ ബില്ല് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ എക്സ് ആയിട്ടുള്ള ഞാൻ ഒരു ബില്ല് ഡ്രോ ചെയ്തിട്ട് വൈക്ക് കൊടുക്കും. വൈ അത് സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തരും. ഫോർ മീ ഇറ്റ് ഈസ് ബിൽസ് റിസീവബിൾ, ഫോർ ഹിം ഇറ്റ് ഈസ് ബിൽസ് പേയബിൾ. ഐ ഹോപ്പ് യു ക്ലിയർ സാർ. സൂപ്പർ ക്ലിയർ. ഓക്കെ, സോ ഈ ആള് നമുക്കൊരു 3 മാസം സമയം പറഞ്ഞു. സാറേ 3 മാസം കഴിഞ്ഞാൽ എന്താണ് ഈ പൈസ തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 മാസം നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം ഓഫ് ബിൽ അല്ലെങ്കിൽ ടെനർ ഓഫ് ബിൽ. 3 മാസം കഴിഞ്ഞു, ആ ഒരു ഡേറ്റിന് ഒരു 3 ഡേയ്സും കൂടി ഡേയ്സ് ഓഫ് ഗ്രേസും കൂടി കൂട്ടിയാൽ ആ പെർട്ടിക്കുലർ ഡേറ്റിന്റെ മെച്യൂരിറ്റി ഡേറ്റിന് അന്ന് പുള്ളി നമുക്ക് പൈസ തരുമെന്നാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. ഹോപ്പ് യു ക്ലിയർ എവരിബഡി. ഓഫ് കോഴ്സ് യെസ്. ഇനി ആ ഡേറ്റിന്റെ അന്ന് പുള്ളി നമുക്ക് പൈസ തന്നാൽ ഹോണർ ഓഫ് ബിൽ, ആ ഡേറ്റിന് അന്ന് പുള്ളി നമുക്ക് പൈസ തന്നില്ലെങ്കിൽ ഡിസോണർ ഓഫ് ബിൽ. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? പ്രീവിയസ് വീഡിയോസ് ഡീറ്റെയിൽ ഡിസ്കഷൻസ്, കവറേജ്, ഇല്ലുസ്ട്രേഷൻസ്, എവറിഥിങ് ഈസ് ദർ. ഐ ഹോപ്പ് യു ക്ലിയർ. ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഡേറ്റിനൊന്ന് പൈസ തന്നില്ലെങ്കിൽ അത് ഡിസോണർ ആവും.
ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് അതിന് പോകും അല്ലെ, മുമ്പോട്ട് ഭയങ്കര ഇഷ്യൂസിലേക്ക് പോകും. നമ്മൾ തമ്മിൽ ആ റിലേഷൻഷിപ്പ് തന്നെ അവിടെ എന്ത് ചെയ്യും, തകരാവും, അറുമാറാവും. മാത്രമല്ല അയാൾക്ക് പിന്നീട് ഒരിക്കലും നമ്മൾ കടത്തിന് സാധനം കൊടുക്കുകയില്ല. അങ്ങനത്തെ പല പ്രോബ്ലംസും വരാണ്ട്. സോ ഇവിടെ റിന്യൂവൽ ഓഫ് ബിൽ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഒരു ഡിഫറെന്റ് അപ്രോച്ചസ് ആണ്. സോ ലെറ്റ് മീ ടെൽ യു ദ അപ്രോച്ച് എങ്ങനെയാണെന്നല്ലേ. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേയിട്ടുള്ള വൈ, 1,00,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേയിട്ടുള്ള ഈ വൈ എന്ന് പറഞ്ഞ ആള്, അയാൾ ഞാൻ അയാൾക്ക് 1 മാസം സമയം അനുവദിച്ചിട്ടുണ്ട്. സോ 1 മാസം 3 ദിവസം കഴിഞ്ഞാൽ പുള്ളി എനിക്ക് എന്ത് തരണം, പൈസ തരണം. ഈ 1 മാസവും 3 ദിവസവും കഴിഞ്ഞിട്ട് ആ ഡേറ്റിന്റെ അന്ന് അയാൾ പൈസ ഇല്ല എന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരും. എനിക്ക് നല്ല ദേഷ്യം വരുന്നല്ല, ഞാൻ നല്ല രൂപത്തിൽ റിയാക്ട് ചെയ്യും. ഹോപ്പ് യു ക്ലിയർ. ബട്ട് അതാണല്ലോ ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അത് നമ്മൾ പഠിച്ചു വെച്ചല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുള്ളി ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട്, സാർ നമ്മളെ കയ്യിൽ ഭയങ്കര പ്രയാസമാണ്, നമ്മളെ കയ്യിൽ പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഭാരാബ്ദങ്ങളും, എല്ലാ പ്രയാസങ്ങളും, കഷ്ടപ്പാടുകളൊക്കെ നമ്മളെടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയാളോട് നമുക്ക് ചൂടാൻ പറ്റുക, എങ്ങനെയാണ് അയാളോട് നമുക്ക് വേറെ രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ അയാൾ ഇനി പൈസ തരാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നേരത്തെ വിളിച്ച് പറയാം, സാറേ ഭയങ്കര കഷ്ടത്തിലാണ്, പൈസ ഉണ്ടാവില്ല, അതാണ് ഇത്, എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അയാൾ എന്താ ചെയ്യുക? ആള് എന്താ ചെയ്യുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്, വി ഹാവ് ഓൾസോ ഇമോഷൻ, വി ഹാവ് എ ഫീലിങ്സ്, റൈറ്റ്? സൂപ്പർ. അപ്പൊ പുള്ളി നമ്മളെടുത്ത് പറയുന്നത്, സർ നിങ്ങൾ പറഞ്ഞ ആ ഒരു കൺസേൺഡ് ഡേറ്റിന്റെ അന്ന് എനിക്ക് പൈസ തരാൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കഴിയണമെങ്കിൽ എനിക്ക് സമയം അനുവദിച്ചു തരണം, കുറച്ചും കൂടി ടൈം അനുവദിച്ചു തരണം, കുറച്ചും കൂടി സമയം എനിക്ക് നീട്ടി തരണം, നിങ്ങൾ കഴിയണമെങ്കിൽ കുറച്ച് സമയം നീട്ടി തരണം. ഇങ്ങനെ ഒരാൾ നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്യും, ആളുടെ അവസ്ഥ കണ്ട് നമ്മൾ അവർക്ക് ടൈം നീട്ടി കൊടുക്കും. പക്ഷേ ഒരു കാര്യം മൈൻഡിൽ ഫിക്സ് ചെയ്യണം, നമ്മൾ അയാൾക്ക് ഒരു ബില്ല് ഡ്രോ ചെയ്തിട്ടില്ലേ, ആ ബില്ലിൽ പറയുന്ന ഡേറ്റ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത ഡേറ്റിന് എടുക്കാം. ആ ബില്ലിൽ പറയുന്ന ഡേറ്റ് 4/4/2024, ഇതാണ് ആ മെച്യൂരിറ്റി ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഈ ചെങ്ങായിക്ക് എന്തായാലും ആ ഡേറ്റിന് പൈസ തരാൻ പറ്റൂല എന്നുള്ള കാര്യം ഒരാഴ്ച മുമ്പേ വിളിച്ച് പറയുന്നുണ്ട്. മാത്രല്ല ആ ഡേറ്റിന് അന്ന് ആൾക്ക് പൈസ തന്നാലും ആ പൈസ തന്നിട്ടില്ലെങ്കിലൊക്കെ ആ ബില്ലില് നമ്മൾ എഴുതി കൊടുത്ത് അവർ ആക്സെപ്റ്റ് ചെയ്ത ആ ഒരു ബില്ലില് അത് അവിടെ എക്സ്പയർ ആവും. ആ ബില്ല് അവിടെ എന്തോ പറയും, ഡിസോണർ ആവും. കാശ് തന്നാലും ആ ബില്ല് എക്സ്പയർ ആവും, കാശ് തന്നിട്ടില്ലെങ്കിലും ആ ബില്ല് എക്സ്പയർ ആവും. നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. കാശ് തന്നാലും ആ ബില്ല് എക്സ്പയർ ആവും, കാശ് തന്നിട്ടില്ലെങ്കിലും ആ ബില്ല് എക്സ്പയർ ആവും. കാശ് തന്നാൽ ഹോണർ ആയിട്ട് എക്സ്പയർ ആവും, കാശ് തന്നില്ലെങ്കിൽ ഡിസോണർ ആയിട്ട് എക്സ്പയർ ആവും. ഇനി ഒരാഴ്ച കഴിഞ്ഞ് 4/4 ആളെ കയ്യിൽ പൈസ തരാനില്ല, അപ്പൊ എന്തായാലും ആ ബില്ല് എന്താ പറയുക മക്കളെ, എക്സ്പയർ ആവും, അത് ഡിസോണർ ആവും. അപ്പൊ ഇയാൾക്ക് ഇനിയും 1 മാസം കൂടി നീട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിലവിലുള്ള ഓൾഡ് ബില്ല്, നിലവിലുള്ള ഈ ഒരു ബില്ല് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം, അതിനെ എക്സ്പയർ ചെയ്യണം, അതിനെ നമ്മൾ ഡിസോണർ ആക്കി കാണിക്കണം. ഡിസോണർ എൻട്രി എല്ലാവർക്കും അറിയാം. എന്താണ് എൻട്രി? ബില്ല് കിട്ടുന്നതിന്റെ ഓപ്പോസിറ്റ് എൻട്രി. അതിന്റെ ടെക്നിക്സുകൾ, അത് എല്ലാ സിറ്റുവേഷൻസിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവറേജ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം മക്കളെ? ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് ഒരു പുതിയ ബില്ല് ഡ്രോ ചെയ്തിട്ട് അയാളെ കൊണ്ട് സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബില്ല് റിസീവ് ചെയ്യും. ദിസ് ഇസ് ദ പ്രോസസ് ആക്ച്വലി. പക്ഷെ നിങ്ങൾ ആലോചിച്ചേക്കാം, ഒരാൾ ഇങ്ങനെ വിളിച്ച് അയാളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കും ഇല്ലേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, നമുക്കും ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ. നമ്മളിങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ഇങ്ങനെ കനിയണം, എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാവർക്കും കൈൻഡ്നെസ് ആവുകയാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. ഇങ്ങനെ എല്ലാവരും കരച്ചിലും പിടിച്ചിലും കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഓക്കെ. 4/4 നിനക്ക് പൈസ തരാൻ പറ്റില്ല, അപ്പൊ നിന്റെ ബില്ല് ക്ലോസ് ചെയ്ത് പുതിയ ബില്ല് ചെയ്ത് അതൊക്കെ ഓക്കെ. എനിക്കെന്താ ഗുണം, എനിക്കെന്താ ആവശ്യം? നിനക്കൊക്കെ വിറ്റതേ എന്റെ പ്രശ്നം ഉണ്ടാ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി മക്കളെ. അപ്പൊ ഇവിടെ ഈ റിന്യൂ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് 1 മാസം കൂടി സമയം നീട്ടിത്തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ആള് നമ്മളെടുത്ത് പറഞ്ഞ, സാറേ 1,000 രൂപ ഞാൻ ഇപ്പൊ തന്നെ പൈസ ആയിട്ട് തരാം, 1,000 രൂപ പൈസ ആയിട്ട് തരാം, ഓക്കെ, ഒരു മാസം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ബില്ല് എനിക്ക് നീട്ടിത്തരണം, അതിനൊരു 1,000 രൂപ കൂടി. അപ്പൊ നമ്മൾ ഹാപ്പി ആയി, കാരണം 1,000 രൂപ വെറുതെ കിട്ടി. ഈ ബില്ല് എന്ത് ചെയ്യും? 1 മാസം കൂടി നീട്ടി നമ്മൾ ഓക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ക്ലിയർ? അതല്ല അയാൾ പറയുകയാണെങ്കിൽ, സാർ ഇത്രയും പൈസ ഞാനിപ്പോ പൈസ ആയിട്ട് തരാം, ഇത്രയും രൂപ ഞാൻ പൈസ ആയിട്ട് ഇപ്പൊ കയ്യിൽ തരാം, ഒരു 2,000 രൂപ തരാം സാർ, എങ്ങനെയെങ്കിലും ആ ബില്ല് ഒന്ന് നീട്ടിത്തരും, 1 മാസം കൂടി നീട്ടിത്തരും, ആ 1 മാസം കഴിയുമ്പോൾ അന്ന് തന്നെ പൈസയും കൊടുക്കുന്നുണ്ട് സാർ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു ചായ്വ് അതിലേക്ക് വരാം.
അതാണ് ആക്ച്വലി എന്ത് പറയും മക്കളെ, റിന്യൂവൽ ഓഫ് ബില്ല്. അപ്പൊ റിന്യൂവൽ ഓഫ് ബില്ലിൽ ആദ്യം സാധാരണ പോലെ കച്ചവടം ചെയ്യും, ആസ് യൂഷ്വൽ എൻട്രി, സെയിൽസിന്റെ എൻട്രി, ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി, സാധാരണ പോലെ ബില്ല് റിസീവ് ചെയ്യും, ആസ് യൂഷ്വൽ എൻട്രി, നോ പ്രോബ്ലം, നത്തിങ് ഗ്രേറ്റ്. ഈ ഒരു കൺസേൺഡ് ഡേറ്റിന്റെ അന്ന് നിലവിലുള്ള ഓൾഡ് ബില്ല് എക്സ്പയർ ആവും. നിലവിലുള്ള ഓൾഡ് ബില്ല് അവിടെ നമ്മളെ എന്താ പറയുക, ഡിസോണർ ആവും. വാട്ട് ഈസ് എ ഡിസോണർ എൻട്രി? നോർമൽ എൻട്രിന്റെ ഓപ്പോസിറ്റ് എൻട്രി. അപ്പൊ ഒരു 3 എൻട്രി പറഞ്ഞില്ലേ, ഇത് 3ഉം പുതുതാണോ? ഇത് ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ അല്ല, ഇത് ഓൾറെഡി അറിയുന്നതാണ്. അടുത്തൊരു പോയിന്റ്, ഇങ്ങനെ ഇനി റിന്യൂ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോയർക്ക് ഒരു എമൗണ്ട് പേ ചെയ്യും, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ് വാട്ട് ഇൻട്രസ്റ്റ്. ഒരു 1000 രൂപ, ഞാൻ എൻ്റെ എക്സാമ്പിൾ ചുമ്മാ 1000 തള്ളുകയാണെങ്കിൽ, ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ഈ ഡ്രോയറിന്റെ പെർസ്പെക്റ്റീവില്, എക്സിന്റെ പെർസ്പെക്റ്റീവില് ഡ്രോയർക്ക് ഇതൊരു വരുമാനമാണ്, ഒരു ഇൻകമാണ്. കിട്ടിയ ആ ഒരു ഇൻകത്തിന്റെ ഒരു ജേർണൽ എൻട്രി. അതിനുശേഷം വീണ്ടും ഒരു ബില്ല് ഡ്രോ ചെയ്ത് വൈക്ക് കൊടുത്ത് വൈ അത് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടി, ബില്ല് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി ഓൾറെഡി അറിയാം. ആ ഒരു ബില്ല് ഒരു മാസത്തിന് ശേഷം നമുക്ക് പൈസ കിട്ടുമ്പോൾ പൈസ കിട്ടുന്ന എൻട്രി. സോ നത്തിങ് ഗ്രേറ്റ് ആക്ച്വലി, നത്തിങ് ഗ്രേറ്റ്. ഇറ്റ്സ് നോട്ട് എ പുതു ടോപ്പിക് ആക്ച്വലി. In 95% topic to 99% topic is actually similar to whatever the illustration നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി സിമിലർ, എക്സാക്ട്ലി സിമിലർ. ഹിയർ നമ്മൾ ആകെ പഠിക്കുന്നത് എന്താ മാത്രം മക്കളെ, ആ ഒരു പോർഷൻ ഓഫ് റിന്യൂവലില്ലേ, അത് ചെയ്യുന്നതിനൊക്കെ കുറിച്ച് നമുക്കറിയാം. അവിടെ ആ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനില്ലേ, അതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പോയിന്റ് എവരിബഡി. കംഫർട്ടബിൾ? ഫൈൻ, ക്ലിയർ. സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കവറേജിലേക്ക് തന്നെ വരാൻ പറ്റും. ഐ ഹോപ്പ് യു ക്ലിയർ എവരിബഡി. യെസ് സാർ. സോ ലെറ്റ് us റീഡ് ദി ക്വസ്റ്റ്യൻ ടുഗെദർ. എവരിബഡി എൻ്റെ കൂടെ ഒരുമിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഞാനൊരു ഡയറി ഓഫ് ഇവന്റ്സ് തരും. ആ ഡയറി ഓഫ് ഇവന്റ്സ് വെച്ച് ഞാൻ ജേർണൽ എൻട്രി എങ്ങനെ എഴുതി, എല്ലാതും ഡീറ്റെയിൽഡ് കവറേജിലേക്ക് തന്നെ വരും. നന്നായിട്ട് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, on February 1, 2022, X sold goods to Y for rupees 18,000. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത്, ഞാൻ ഇവിടെ ജസ്റ്റ് ഡയറി ഓഫ് ഇവന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. 1 ഫെബ്രുവരി 2022 ഈ ഡേറ്റിൻ്റെ അന്ന് സെയിൽ ചെയ്യുന്ന എൻട്രി. ആർക്കാ സെയിൽ ചെയ്യുന്നത്? വൈക്ക്. എത്ര രൂപയുടെ സെയിൽസ് നടക്കുന്നത് പറയും മക്കളെ? 18,000. ഒന്നാമത്തെ എൻട്രി. ഒന്നാമത്തെ എൻട്രി സെയിൽ ചെയ്യുന്ന, വൈക്ക് സെയിൽ ചെയ്യുന്ന എൻട്രി. അറിയില്ലേ ആലോചിച്ച് അറിയാം. ആ സെയിം ഡേറ്റിന്റെ അന്ന് തന്നെ, ഇതേ ഡേറ്റിന്റെ അന്ന് തന്നെ ഒരു ബില്ല്. സോ സെയിം ഡേറ്റിന്റെ അന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? അടുത്തൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ കാശ് റിസീവ് ചെയ്യുന്നുണ്ട്, വായിച്ചു നോക്കാം. ബില്ല് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, sold goods to Y for 18,000. 3,000 were paid by Y immediately, and for the balance is accepted a 3 months bill drawn upon him by X. Okay, so X എന്ത് ചെയ്യണം? ഒരു ബില്ല് ഡ്രോ ചെയ്ത് ബാക്കിയുള്ള പൈസക്ക്. അപ്പൊ 18,000 രൂപയില്, ഈ 18,000 രൂപയുടെ ഈ ഒരു ബില്ലില് ശ്രദ്ധിച്ചോ, 18,000 രൂപയുടെ ഈ ഒരു സെയിൽസിൽ 3,000 രൂപ നമുക്ക് എന്ത് റിസീവ് ചെയ്ത്? ക്യാഷ് റിസീവ് ചെയ്ത്. 3,000 രൂപക്ക് ക്യാഷ് റിസീവ് ചെയ്തു. ബാക്കി 15,000 രൂപക്ക് ബില്ല് റിസീവ് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ എൻട്രി എന്താണ്? 3,000 രൂപ ക്യാഷ് കിട്ടുന്ന, 15,000 രൂപ ബില്ല് കിട്ടുന്ന ജേർണൽ എൻട്രി വൈയുടെ കയ്യിൽ നിന്ന്. കംഫർട്ടബിൾ ആണല്ലോടാ? കംഫർട്ടബിൾ ആണല്ലോ. മുമ്പോട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, on the date of maturity, the bill, the maturity of the bill, Y requested X to cancel the old bill. So Y X-നടുത്ത് റിക്വസ്റ്റ് ചെയ്യണേ, സർ ആ ഓൾഡ് ബില്ല് എന്ത് ചെയ്യണം? ഒന്ന് ക്യാൻസൽ ചെയ്യണം. ആൻഡ് ഡ്രോ എ ന്യൂ ബിൽ അപ്പോൺ ഹിം ഫോർ എ പീരീഡ് ഓഫ് 2 months. സർ എന്നിട്ട് എനിക്കൊരു 2 മാസത്തെ സമയം നീട്ടി തരണം. ഒരു പുതിയ ബില്ല് എഴുതിയിട്ട് ഒരു 2 മാസം സമയം എന്താ നീട്ടി തരണം. He further agreed to pay interest in cash to X at 12% per annum. സാർ ഇത് ചെയ്ത് തരികയാണെങ്കിൽ സാറിന് ഒരു 12% ഇൻട്രസ്റ്റ്, ആ 2 മാസത്തിന് ഒരു 12% ഇൻട്രസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് 15,000 ബില്ലാണ്. ആ ബില്ല് ഇൻറ്റു 12% ഇൻറ്റു 2 മാസത്തിനല്ലേ നീട്ടി കൊടുത്തത്. അപ്പൊ 2 by എത്ര? 12, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര? 300.
ഒരു 300 രൂപ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടും കൂടി എന്ത് ചെയ്യുക തരാം. അതിപ്പോൾ തന്നെ ക്യാഷ് ആയിട്ട് തരാം. സാർ എനിക്ക് ഈ ബില്ലൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ബില്ല് 2 മാസത്തിനിട്ട് ഒന്നെങ്കിൽ തരണം. ഒരു 300 റുപ്യ ഇതാ പൈസ പിടിച്ചിട്ട് കാശ് പിടിച്ചു അത് തരും. X agreed to Y's request. X had agreed. Okay, fine, I'm accepted. No problem. And cancel the old bill and drew a new bill. A new bill was met on the maturity by Y. അതായത് എക്സ് അത് അക്സെപ്റ്റ് ചെയ്തു, പഴയ ബില്ല് ക്യാൻസൽ ചെയ്തു, 300 രൂപ ഇൻട്രസ്റ്റ് വാങ്ങി, പുതിയൊരു ബില്ല് ഡ്രോ ചെയ്തു. ആ ബില്ല് കറക്റ്റ് മെച്യൂർ ഡേറ്റിന് നമ്മളെ കയ്യിൽ കിട്ടി, കാശായിട്ട് കിട്ടി. നോ ഇഷ്യൂ, നത്തിങ് ഗ്രേറ്റ്, സിമ്പിൾ ആസ് ദാറ്റ്, സിമ്പിൾ ആസ് ദാറ്റ്. നോക്കി വെക്കാം. ഇവിടെ ആദ്യം നമ്മൾ സെയിൽ ചെയ്യുന്ന എൻട്രി എഴുതി, ക്യാഷും ബില്ലും റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതി. ഇനി ഇതിന്റെ മെച്യൂർ ഡേറ്റിന് അന്നാണ് ഈ ബില്ല് എന്താവുന്നത്, ഡിസോണർ ആവുന്നത്. അതായത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പുതിയ ബില്ല് കൊടുക്കുന്നത്. സോ ആ ഡേറ്റിലേക്ക് വരാം. 1 ഫെബ്രുവരി ആണ്. എത്ര മാസത്തെ ബില്ലാണ് പറയും മക്കളെ? 3 മാസത്തെ ബില്ല്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? 1 ഫെബ്രുവരിയിലെ 1 മാർച്ചിന് 1 മാസം, 1 ഏപ്രിൽ 2 മാസം, 1 മെയ്ക്ക് 3 മാസം. അപ്പോൾ 4th മെയ്, 4th മെയ് 2022 ഈ ഡേറ്റിന്റെ അന്ന് ഓക്കെ ഡിസോണറിന്റെ എൻട്രി ആ ബിൽസ് റിസീവബിൾ ഇല്ലേ, അത് ഡിസോണർ ചെയ്യുന്ന എൻട്രി. എത്ര രൂപയുടെ ബില്ല്? 15,000 രൂപയുടെ. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ബില്ല് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്തില്ലേ, അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഡിസോണറിന്റെ എൻട്രി ആയി. അപ്പൊ സെയിൽ ചെയ്തു, കാശ് കിട്ടി, ബില്ല് കിട്ടി, ആ ബില്ല് നമ്മൾ ഡിസോണർ ആക്കി കാണിച്ചു. ഇനി പുതിയ ബില്ല് ഡ്രോ ചെയ്യണം. അതിന്റെ മുമ്പ് നമുക്കൊരു 300 രൂപ കാശായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡേറ്റിന്റെ അന്നേ ദിവസം തന്നെ നമുക്കൊരു 300 രൂപ, ശ്രദ്ധിച്ചോ, 300 റുപ്പീസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ റിസീവ് ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി എഴുതിയാൽ മതി. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് എന്ന് എഴുതിയാൽ മതി. കാരണം ഫോർ മീ ആ 300 റുപ്പീസ് മൈ ഇൻകം, എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയ ഇൻകം ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ഇൻട്രസ്റ്റ് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ ഞാൻ ഈ നേരെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്ത് ജേർണൽ എൻട്രി നേരെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിക്കുകയും. പക്ഷെ ഈ സാധനത്തിനെ സിമ്പിൾ ആയിട്ട് തീർക്കുക എങ്കിൽ പോലും ഈ ക്വസ്റ്റ്യനെ ഇനി വേറെ ആരെങ്കിലും റീഡ്രാഫ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് ബില്ലിൽ പുതിയൊരു കോൺസെപ്ഷ്യൽ ഇല്ലുസ്ട്രേഷൻ വന്നാൽ, ആ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്കൊരു സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഇല്ലുസ്ട്രേഷൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിനെ ആ ഒരു സെൻസിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇല്ലുസ്ട്രേഷൻ ഏത് ഇല്ലുസ്ട്രേഷനിലേക്ക് റിന്യൂവലിൽ വന്നു കഴിഞ്ഞാലും ഈസിലി സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതൊക്കെ ഞാൻ കൺവേ ചെയ്യാം. ഇവിടെ ഇൻട്രസ്റ്റ് ഒരു 300 രൂപ ക്യാഷ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് എഴുതി പുതിയൊരു ബില്ലും എന്താ പറയുക വാങ്ങി പുതിയൊരു ബില്ലിന്റെ പൈസ കിട്ടുന്ന എൻട്രി ചെയ്ത് ഈസി ആയിട്ട് പോവാം. പക്ഷെ നമ്മളോട് ചെയ്യുന്ന കാര്യം ഇവിടെ നമ്മൾ ഇങ്ങനെ നേരിട്ട് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യരുത്, വാങ്ങുന്ന ഒരു പരിപാടി നേരെ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഇൻട്രസ്റ്റ് ഓക്കെ, ഈ 300 രൂപ ഇൻട്രസ്റ്റ് നേരെ റിസീവ് ചെയ്യുന്ന എൻട്രി അല്ലേ എഴുതുക, നമ്മൾ ജസ്റ്റ് അത് എന്ത് ചെയ്യും, ഡ്യൂ ആക്കി കാണിക്കുന്ന എൻട്രി ചെയ്തു. 300 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ചെയ്തു. ഡ്യൂ ആവുന്ന എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപ ഡ്യൂ ആയി എന്ന് പറഞ്ഞാൽ സമയമായി. അതായത് 300 സമയമായാൽ എഴുതലല്ലേ അക്രൂവൽ ബേസിസ്. അതായത് 300 രൂപ നമുക്ക് ആര് തരാനുണ്ട്, വൈ തരാനുണ്ട് എന്നൊരു ജേർണൽ എൻട്രി ചെയ്തു. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താ എൻട്രി ചെയ്ത, വൈസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ തന്നെ പരിപാടി. നേരത്തെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് എന്നാണ് എഴുതി. ഇപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്തി, വൈ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ്. അതായത് വൈ എന്ന് പറഞ്ഞ ആള് 300 രൂപ എനിക്ക് തരാണ്ട്, വൈ ഇസ് മൈ ആസെറ്റ്, ഇൻട്രസ്റ്റ് ഇസ് മൈ ഇൻകം. എനിക്ക് 300 രൂപ ഇൻകം കിട്ടില്ലേ, 300 രൂപ എന്റെ ഇൻകം ആണ്, ടൈം ആയിട്ടുണ്ട്, ഇങ്ങനെ എഴുതാം. അതിനുശേഷം വൈ എന്ന് പറഞ്ഞ ആള് നമുക്ക് 300 രൂപ ഇൻട്രസ്റ്റിന്റെ പൈസയും 15,000 രൂപയുടെ പുതിയ ബില്ലും തരുന്ന ജേർണൽ എൻട്രി ചെയ്താം. അത് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ എൻട്രി ചെയ്താം, കമ്പൈൻഡ് എൻട്രി ചെയ്താം. ഐ ഹോപ്പിലേക്ക് ഇത് കമ്പൈൻഡ് എൻട്രി കുറച്ചും കൂടി എളുപ്പം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? ഇപ്പൊ ഞാൻ നല്ല ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ജേർണൽ എൻട്രി ചെയ്താം, ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി കാണിച്ചു. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റിസീപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ റിസിപ്റ്റ് ഓഫ് ന്യൂ ബിൽ. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി അല്ലെങ്കിൽ ബില്ല് റിസീവ് ചെയ്യുന്ന എൻട്രി, അങ്ങനെ വേറെ വേറെ ചെയ്താം. അതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്താ, ഇൻട്രസ്റ്റ് ഓഫ് റിസിപ്റ്റ് ആൻഡ് റിസിപ്റ്റ് ഓഫ് എന്ത് പറയും മക്കളെ, ന്യൂ ബില്ല്, കമ്പൈൻഡ് എൻട്രി കൂടി ചെയ്താൽ പറ്റും.
അപ്പൊ ഞാൻ എൻട്രി ജസ്റ്റ് ഒന്ന് പറയട്ടെ മക്കളെ. എൻട്രി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇനി ഈ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ഒരു സിംഗിൾ എൻട്രി ആയിട്ടാണ് ഞാൻ എഴുതുക എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു വൈ 300. എന്താ സാറേ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് വൈ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് എന്നല്ല എഴുതണ്ടി. എടാ അതിനാ ഇൻട്രസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഡ്യൂ ആക്കി കാണിച്ചില്ലേ, അത് ക്രെഡിറ്റിൽ എഴുതിയില്ലേ, പിന്നെയും ഇൻട്രസ്റ്റിന് 2 ഇൻട്രസ്റ്റ് 2 300 കിട്ടണ്ട ഇല്ല. ഹോപ്പ് യു ക്ലിയർ എവരിബഡി. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 300 രൂപ ആരെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്, വൈന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. ഇപ്പൊ 300 രൂപ കിട്ടിയ എൻട്രി ചെയ്ത്. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ്. ഇഫ് മനസ്സിലായില്ല ഒന്നും കൂടി റിവൈൻഡ് ഈ വീഡിയോ ഒന്നും കൂടി കാണും, യു വിൽ ഗെറ്റ് ക്ലാരിറ്റി. അതല്ല നമ്മൾ ഇനി പുതിയ ബില്ല് റിസീവ് നമ്മൾ എന്താ എൻട്രി ചെയ്ത ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. കാരണം പുതിയൊരു ബില്ല് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്താൽ ആക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് തന്നില്ലേ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു വൈ എത്ര മക്കളെ 15,000. അതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു സാർ അതല്ല എങ്കിൽ റിസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബിൽ ഒരു കമ്പൈൻഡ് എൻട്രി ചെയ്താം. സോ വാട്ട് ഈസ് ദ കമ്പൈൻഡ് എൻട്രി എവരിബഡി? ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് എത്ര പൈസ ക്യാഷ് കിട്ടി 300, എത്ര പൈസ ബില്ല് കിട്ടി പറയും മക്കളെ 15,000. ആരെ കയ്യിൽ നിന്നും പറയും മക്കളെ വൈയുടെ കയ്യിൽ നിന്ന്. ഹൗ മച്ച് എവരിബഡി? 15,300. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പോയിന്റ് എവരിബഡി. So I hope like this is far better than the single journal entry. I hope you clearly understood every points of yes. ഇനി ഈ ബില്ല് അത് അതിന്റെ കറക്റ്റ് മെച്യൂരിറ്റി ഡേറ്റിന്റെ അന്ന് നമുക്ക് കാശ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഡേറ്റ് കാണാം. 2 മാസത്തെ ബില്ലല്ലേ. 4/6 1 മാസം, 4/7 2 മാസം, 4/7 ഒരു 3 ദിവസം കൂടി കൂട്ടിയാൽ 7/7/22 നമുക്ക് കറക്റ്റ് പൈസ കിട്ടി. അപ്പൊ ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രി ക്യാഷ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഇങ്ങനെ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബിൽസ് റിസീവബിൾ കാശ് കിട്ടുമ്പോൾ എന്താ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ 15,000. ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഓൾ ദ പോയിന്റ് എവരിബഡി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം ജേണൽ എൻട്രി ചെയ്താം. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡയറി ഓഫ് ഇവന്റ്സ് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഡയറി ഓഫ് ഇവന്റ്സ് വെച്ച് പരിചയപ്പെടുത്തുന്നത്? ഇതേപോലത്തെ ഒരു ഇല്ലുസ്ട്രേഷൻ ഇനി വരുമ്പോൾ സാർ അതിനെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരത്തില്ല. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡയറി ഓഫ് ഇവന്റ്സ് പ്രൊവൈഡ് ചെയ്യും. വിത്ത് ദാറ്റ് ഡയറി ഓഫ് ഇവന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഇല്ലുസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യുക. കിട്ടിയ അതിനുശേഷം വരുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ സിമിലർ മോഡൽ ഇല്ലുസ്ട്രേഷൻ അത് നിങ്ങൾ എന്നെ വായിച്ച് നിങ്ങൾ എന്നെ ഡയറിയൊക്കെ ആലോചിച്ച് നിങ്ങൾ എന്നെ ജേർണൽ എൻട്രി എന്നൊരു സിറ്റുവേഷനിലേക്ക് വരട്ടെ കാര്യങ്ങൾ. അപ്പൊ അടിപൊളിയായിരിക്കും. കിട്ടിയ പക്ഷേ ഈ ഇല്ലുസ്ട്രേഷനിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫുള്ളായിട്ടും ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരും. ഞാൻ സ്വന്തമായിട്ട് അത് ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ചെയ്ത് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് വൈഡ് ബുക്കിലെ ഡയറി ഓഫ് ഇതിപ്പോൾ ഫുൾ നമ്മൾ എക്സിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ് ചെയ്യുന്നത് അല്ലേ. എക്സിന്റെ പെർസ്പെക്റ്റീവ് ഇനി വൈഡ് ബുക്കിലെ ഫുൾ ഡയറി ഓഫ് ഇവന്റ്സ് ഞാൻ എഴുതി തരും. അതിനുശേഷം നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. Then your turn. So what is my turn? The turn is very simple. In the books of Y എഴുതിയിട്ട് ഫുൾ ജേർണൽ എൻട്രി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. സോ ദ ടാസ്ക് അങ്ങനെയാണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക, വീഡിയോ ഫുൾ ആയിട്ടും കാണാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഓൾ ദ പോയിന്റ് എവരിബഡി. ഓഫ് കോഴ്സ് യെസ്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഡേറ്റ് ഒക്കെ എഴുതി ട്രാൻസാക്ഷൻസ് ഒക്കെ വായിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നേരെ ജേർണലിൽ വരാം. സോ ഞാൻ ഡേറ്റ് ചെയ്തതാണ് 1 February 2022. വൈക്ക് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന എൻട്രി. അപ്പൊ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള സെയിൽസിന്റെ എൻട്രി നമ്മൾ എന്താ എൻട്രി ചെയ്ത വൈസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പറയും മക്കളെ സെയിൽസ് എത്ര എമൗണ്ട് ആണ് 18,000. പറഞ്ഞു നിങ്ങൾ നെറേഷൻ എഴുതണം, എന്തെങ്കിലും എഴുതിയാൽ മതി, ഇതേ ആവണം അങ്ങനെ നിർബന്ധമില്ല. ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. ഒന്നും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അതേപോലെ എഴുതാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ ബീങ് സോൾഡ് ഗുഡ്സ് ടു എന്ത് പറയും മക്കളെ സോൾഡ് ഗുഡ്സ് ടു ആരും വൈ. ഞാൻ നെറേഷൻ എഴുതാൻ നിൽക്കുന്നില്ല, നമ്മുടെ ടൈം ഒരുപാട് പോകും. സോ ജസ്റ്റ് അത് എഴുതി ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് 3,000 രൂപ കാശും 15,000 ബില്ലും റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി. ഇത് ഇങ്ങനെ ആക്കിയെന്നറിയോ? ക്വസ്റ്റ്യനിൽ നല്ല ക്ലാരിറ്റി വരുമ്പോഴാണ് സൊല്യൂഷന് പറപ്പിക്കാൻ പറ്റുക. ക്വസ്റ്റ്യനിൽ ക്ലാരിറ്റി ഇല്ലാതെ സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ടൈം എന്ത് ചെയ്യും സൊല്യൂഷനിൽ സ്പെൻഡ് ചെയ്യാന്നല്ലാതെ സൊല്യൂഷൻ പെർഫെക്റ്റ് ആവില്ല. അപ്പൊ ക്വസ്റ്റ്യന് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഇട്ട് കഴിഞ്ഞാൽ സൊല്യൂഷനെ വേഗം തീർത്തുകൊണ്ട് നമ്മളെ പണി വയ്ക്കാൻ നമുക്ക് പോകാൻ പറ്റും. അതും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ കുറേ കുട്ടികളുണ്ട് ക്വസ്റ്റ്യൻ നേരെ ഇങ്ങനെ നോക്കിയാൽ നേരെ വരച്ചങ്ങാണ്ട് ഇങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കും. അത് ചെയ്യരുതടാ. നിങ്ങൾ ക്വസ്റ്റ്യനെ വായിക്കുക, ടൈം ഇൻവെസ്റ്റ്, നിങ്ങൾ റിവേഴ്സിൽ തിങ്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചെയ്യണ്ട, റിവേഴ്സ് തിങ്ക്, ക്വസ്റ്റ്യനിൽ മാക്സിമം എഫേർട്ട് പുട്ട് ചെയ്യുക, നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. വൺസ് യു ഗെറ്റ് ഫുൾ ക്ലാരിറ്റി എങ്കിൽ ശേഷം മാത്രം ഫുൾ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ട എൻട്രി എന്ന് പറഞ്ഞാൽ കാശും ബില്ലും റിസീവ് ചെയ്യുന്ന എൻട്രി ആണ്. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ജേർണൽ എൻട്രി സെയിം ഡേറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്ത ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, എത്ര എമൗണ്ട് ആണ് ക്യാഷ് കിട്ടിയത് 3000. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ്, എത്ര ബിൽസ് റിസീവബിൾ പറയും മക്കളെ 15,000. ടു വൈസ് അക്കൗണ്ട്, എത്ര വൈഡ് അക്കൗണ്ട് പറയും മക്കളെ 18,000. ഞാൻ പറഞ്ഞു നരേഷൻ നിങ്ങൾ തള്ളണം. എങ്ങനെ തള്ളുക? ക്യാഷ് ആൻഡ് ബിൽസ് റിസീവ്ഡ് ഫ്രം ആരെ കയ്യിൽ നിന്ന്? വൈയുടെ കയ്യിൽ നിന്ന്. എന്തെങ്കിലും എഴുതിയാൽ മതി, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ 18,000 തരാണ്ട് നമ്മൾ ആദ്യം എഴുതി. ഇപ്പോൾ വൈ നമുക്കത് തന്നതായിട്ട് നമ്മൾ എഴുതി. ഇനി വൈ നമുക്കൊന്നും തരാനില്ല. വൈ തരാനുള്ളതിന് തുല്യമായ അയാൾ കാശും തന്നു, ബില്ലും തന്നു. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഇനി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നത് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോയി 4/5 അത് നമ്മളുടെ ആ ഒരു ബില്ല് ഡിസോണർ ആവുന്ന ജേർണൽ എൻട്രി എഴുതണം. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് നേരെ ഡേറ്റ് ചെയ്തേന്. ഏതാ ഡേറ്റ് മക്കളെ? 4/5/22. ബില്ല് കിട്ടുന്നതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ് എന്ത് പറയും മക്കളെ? ഡിസോണർ എൻട്രി. അപ്പൊ എൻട്രി എന്ത് ചെയ്തുക? വൈസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. നമ്മൾ പറഞ്ഞു ആ ബിൽ എക്സ്പയർ ആയിട്ടുണ്ട്, അത്രയും പൈസ ആര് തന്നെ തരാനുണ്ട്? വൈ തന്നെ തരാനുണ്ട്. കേട്ടോ, ഈ ബില്ല് കിട്ടുന്ന എൻട്രിയിലേ അത് നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് ഓപ്പോസ് ചെയ്തു. എമൗണ്ട് 18 എടുക്കരുത്, എത്ര എടുക്കുക? 15,000 എടുക്കുക. കംഫർട്ടബിൾ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രി എന്ത് ചെയ്യുക? എഴുതാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല എഴുതുക, ആദ്യം ഡ്യൂ ആക്കി കാണിക്കും. അപ്പൊ നമ്മൾ അതേ ഡേറ്റിന് അന്ന് ഒരു 300 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ചെയ്തതിന്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ നമ്മൾ എന്താ എൻട്രി ചെയ്ത? സെയിം പരിപാടി തന്നെ, വൈസ് അക്കൗണ്ട് ഡെപ്റ്റ്. വൈ ഈ 15,000 രൂപ ബില്ല് ഡിസോണർ അതിന്റെ പൈസ മാത്രമല്ല തരാനുള്ളത്, അതിൽ എന്തിന്റെ പൈസയും കൂടി തരാനുണ്ട് പറയും മക്കളെ? ഇൻട്രസ്റ്റിന്റെ പൈസയും കൂടി തരാനുണ്ട്. എത്ര എമൗണ്ട് തരാനുള്ളത്? 300. കംഫർട്ടബിൾ ആണല്ലോ. 300 രൂപ പുള്ളി എന്തും കൂടി തരാനുണ്ട് പറയും മക്കളെ? ഇൻട്രസ്റ്റ് കൂടി തരാനുണ്ട്. സോ അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി എഴുതി വൈസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ്, അതായത് വൈ നമുക്ക് 300 രൂപ തരാണ്ട്, ഇൻട്രസ്റ്റ് ഈസ് മൈ ഇൻകം. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഡീറ്റെയിൽ കവർ ചെയ്തുകൊണ്ട് ഇനി അത് പറയുന്നില്ല. ഇനി നമ്മൾ ഇത് രണ്ടിലും കൂടി ഒരു കമ്പൈൻഡ് എൻട്രി ആണ് എഴുതുന്നത്. അതായത് റിസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് 300 രൂപ കിട്ടി, ബിൽ ഒരു 15,000 കിട്ടി. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എങ്ങനെ എഴുതുക? സെയിം ഡേറ്റ് തന്നെയാണ് ജേർണൽ എൻട്രി എഴുതുമ്പോൾ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, എത്ര പൈസ കിട്ടി? 300. പിന്നെ നമുക്ക് എന്ത് കിട്ടി? പുതിയൊരു ബില്ല് റിസീവ് ചെയ്ത്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് 15,000 ടു വൈ. വൈ നമുക്ക് ഇനി ഒന്നും തരാല്ലേ, കാരണം നമ്മൾ നേരത്തെ എഴുതി എന്ത്? വൈ എത്ര തരാണ്ട്? 15,000 രൂപ ബില്ലിന്റെ പൈസ തരാണ്ട്, 300 രൂപ എന്ത് പറയും മക്കളെ? ഇൻട്രസ്റ്റ് തരാനുണ്ട്. അങ്ങനെ മൊത്തം വൈ എത്ര തരാണ്ട് പറയും മക്കളെ? അതാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്ത് എത്ര? 15,300. കംഫർട്ടബിൾ ആണല്ലോ, കംഫർട്ടബിൾ ആണല്ലോ. ഇനി നമ്മൾ ഒറ്റ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ളൂ. 7/7/2022 അന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കാശും കാര്യങ്ങളൊക്കെ കിട്ടി. പുള്ളി ആ ബില്ല് സെറ്റിൽ ചെയ്യുന്ന ജേർണൽ എൻട്രി. അപ്പോൾ അതും കൂടി എഴുതി കൊടുത്താൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. 7/7/22 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് 15,000. ടു ബിൽസ് റിസീവബിൾ എത്ര മക്കളെ? 15,000. The topic is finished. How simple it is മക്കളെ, how simple it is. ഒരു പണിയില്ല. ഓക്കെ, ഒരു പണിയില്ല. ഓക്കെ, ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഓൾ ദി ട്രാൻസാക്ഷൻ. ഞാനിങ്ങനെ ഡയറി ഓഫ് ഇവന്റ്സ് ആയിട്ട് നെറേറ്റ് ചെയ്തത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 അതിന് ഞാൻ ജേർണലിലേക്ക് എഴുതി. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നമുക്ക് 300 രൂപ ഇൻട്രസ്റ്റ് അത് നേരിട്ട് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതി കൂടെ, ഇങ്ങനെ ഡ്യൂ ആക്കി കാണിക്കുന്ന എൻട്രി എഴുതി, പിന്നെ അത് ബിൽ റിസീവ് ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി. എന്തിനാണ് അതിന്റെ ആവശ്യം? നേരെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് എഴുതി കൂടെ, അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയതിന്റെ പേരിൽ ഒരു മിസ്റ്റേക്കും ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്. പക്ഷെ ഞാൻ അത് ഒട്ടും സജസ്റ്റ് ചെയ്യാത്തൊരു മെത്തഡോളജി ആണ് എന്ന് പറയാനുള്ളതിന്റെ കാരണം, ഇപ്പൊ നമ്മളെടുത്ത് വൈ വന്നിട്ട് നമ്മളെ കൈയും കാലും പിടിച്ചിട്ട് വൈ നമ്മളെടുത്ത് പറയുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു 2 മാസം നീട്ടി തരണം, അത്രക്കും പ്രയാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 300 രൂപ അത് പൈസ അതിപ്പോ നിങ്ങൾ കയ്യിൽ കാശായിട്ട് വെച്ചോളി, ബാക്കി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ നീട്ടി തന്നാൽ 2 മാസം കഴിഞ്ഞിട്ട് ആ പൈസ കറക്റ്റ് തരേണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൈയും കാലും പിടിക്കുന്ന ആളില്ലേ. അപ്പൊ നമ്മൾ ആ 300 രൂപ കാശ് വാങ്ങിയിട്ട് പുള്ളിക്ക് എന്ത് ചെയ്ത് 2 മാസത്തിന്റെ ബില്ല് അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ.
പക്ഷെ നിങ്ങൾ ആലോചിച്ചേക്കാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെ. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വെറുതെ എക്സാമ്പിൾ പറയട്ടോ, 300 രൂപ കാശായിട്ട് കൊണ്ട ഞാൻ പുതിയ ബില്ല് 2 മാസം എഴുതി തരാം നമ്മൾ പറയണം. അപ്പൊ വൈ പറയണേ സാറേ ഞാൻ ഇപ്പൊ എന്താ ഇങ്ങോട്ട് പറയും, വെയ്യ സത്യം പറഞ്ഞാൽ ജീവിക്കണ്ടെന്ന് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആളെല്ലാ പ്രയാസങ്ങളും എല്ലാ കഷ്ടകാലവും പറഞ്ഞിട്ട് പറയണേ 300 രൂപ അല്ല, ഞാൻ നിങ്ങൾക്ക് ഇനി 500 രൂപ വേണമെങ്കിൽ തരാം സാറേ, 500 തരാം. പൈസ ഇല്ല സാറേ, ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ തരാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എനിക്കിപ്പോ നിങ്ങൾക്ക് തരാൻ പൈസ ഒന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് 300 അല്ല 500 ആണെങ്കിൽ ഞാൻ തരും, നിങ്ങൾ ഇന്നെ സഹായിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് 2 മാസം കൂടി നീട്ടി തരാന്ന് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി വിത്ത്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ 300 രൂപ പോലും തരാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല സാറേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളിപ്പോ ഒരു ബില്ല് എനിക്ക് നീട്ടി തരണില്ലേ, ആ 15,000 ബില്ല് 2 മാസം നീട്ടി തരാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സാറേ, നിങ്ങൾ ആ ഒരു 300 500 എത്രയും വേണ്ടി നിങ്ങൾക്ക് എത്രയും വേണ്ടെങ്കിലും എഴുതിക്കൊള്ളി, കുഴപ്പമില്ല. ആ പൈസകളെ ആ ബില്ലിക്ക് കൂട്ടിക്കാണ്ടാണ് എഴുതിക്കളി, ബില്ലിന് കൂട്ടി എഴുതിക്കൊള്ളി. ഞാനൊരു കാര്യം ചെയ്യാം, അന്ന് 7/7/2020 നിങ്ങൾക്ക് തരുമല്ലോ പൈസ, അന്ന് തരുമ്പോൾ എന്ത് ചെയ്യുക, ഇതും കൂടി ആയിട്ട് കൂട്ടി തരണ്ടേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇപ്പം അത് പൈസ എടുക്കാനില്ല സാറേ, അതുകൊണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ബില്ലിൽ കൂട്ടി എഴുതിക്കോ എന്ന് പറയും. അപ്പൊ ബില്ലിൽ കൂട്ടി എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 300 രൂപ ഇൻട്രസ്റ്റ് കാശായിട്ട് കിട്ടുന്ന എൻട്രി നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് നമുക്ക് എഴുതാൻ നമുക്ക് കാശ് കിട്ടുന്നില്ല ആ സിറ്റുവേഷനിൽ, അപ്പൊ നമുക്ക് ആ എൻട്രി എഴുതാൻ പറ്റില്ല. അപ്പൊ അത് ഓക്കെ, അവിടെ അത് പൊളിഞ്ഞ് അത് എഴുതാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരെ ബില്ല് റിസീവ് ചെയ്യുന്ന എൻട്രി ആയിട്ട് ശ്രദ്ധിച്ചോ, നേരെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് 15,300 ടു വൈ 15,300 നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം വൈ എന്ന് പറഞ്ഞ ആളുകൾക്ക് 15,300 തരാനില്ല. കാരണം ഇവിടെ നമുക്ക് ക്യാൻസൽ ആയ ബില്ലിന്റെ പൈസ എന്ന് പറഞ്ഞത് 15,000 വൈ നമുക്ക് ഇപ്പൊ തരാനുള്ളത് 15,000. അതിന് തൊട്ട് താഴെ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു വൈ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും 15,300 എഴുതാൻ എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വൈ എനിക്ക് 15,300 തരാനില്ല, ഓൺലി 15,000 തരാനുള്ളൂ. അപ്പൊ ആ ഒരു പ്രോബ്ലം, അപ്പൊ ആ ഒരു സമയത്ത് കാശ് കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഏത് എൻട്രി എഴുതേണ്ടി വരും, വൈ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ള ഈ ജേണൽ എൻട്രി നിങ്ങൾ എഴുതിയാലാണ്, കണ്ട അവിടെ നമ്മൾ വൈനെ നമ്മൾ എന്ത് ചെയ്തു പറയും മക്കളെ, ഡെബിറ്റ് ചെയ്തു. അപ്പോഴാണ് വൈ നമുക്ക് എന്തും കൂടി തരാനുള്ളതായി 300 രൂപ. അപ്പൊ നമ്മളിവിടെ എൻട്രിലേക്ക് വന്ന് നോക്ക്, ആദ്യം നമ്മൾ വൈ നമുക്ക് എത്ര തരാണ്ട് പറയും മക്കളെ, 15,000 തരാണ്ട്, പ്ലസ് വൈ നമുക്ക് എന്ത് തരാണ്ട് 300 തരാണ്ട്, മൊത്തം എത്ര തരാണ്ട് പറയും മക്കളെ, 15,300 തരാണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ജേണൽ എൻട്രി സ്യൂട്ടബിൾ ആയി. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് 15,300 ടു വൈ അക്കൗണ്ട് ഡെപ്റ്റ് 15,300 വൈ അക്കൗണ്ട് 15,300 എന്ന് വളരെ ഈസി ആയിട്ട് എഴുതാനും പറ്റും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കാനും പറ്റും. സോ ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വീഡിയോ ഫുൾ ആയിട്ട് എപ്പോഴും കാണണം, ഏതൊരു വീഡിയോ ക്ലാസ് ആയിക്കോട്ടെ അതിന് എല്ലാ വീഡിയോസും ഡീറ്റെയിൽ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ, ഞാൻ എടുത്തിട്ട് കൊടുക്കുന്ന പല സ്റ്റേറ്റ്മെന്റ്സുകളെ അത് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അതർവൈസ് നമ്മൾ ചെയ്യുന്ന പല കളി ചെങ്ങായി എന്തിനാ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആ ഒരു തോട്ട് പ്രോസസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാം. സോ ബിലീവ് ചെയ്യുക, ഞാൻ എപ്പോഴും പറഞ്ഞു ട്രസ്റ്റ് ബിയോണ്ട് എവരിത്തിങ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻപുട്സും നമ്മൾ സെർവ് ചെയ്യും. സോ വിത്ത് എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ് എവറിഥിങ് ഐ വിൽ ഗിവ് യു വട്ട് എവർ യു വാണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഫുൾ ആയിട്ടും കാണുന്ന ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏത് സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഇലിസ്ട്രേഷൻ മാത്രം എന്ത് ചെയ്യാം പറഞ്ഞു വെച്ച് പോകാം, പക്ഷേ തിങ് ലൈക്ക് അത് മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഇലിസ്ട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ചെറുതായിട്ട് മാറിയാൽ, സിറ്റുവേഷൻസ് മാറിയാൽ അവിടെ നിങ്ങൾ എന്തായാലും പെടുന്നു ചെയ്യും. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ അതിന് വേണ്ടി ഒരുങ്ങുന്നത്. സോ വി ആർ ലേണിംഗ് ദ കോൺസെപ്റ്റ്സ് ഓഫ് റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വി ആർ നോട്ട് റെഡി ടു സോൾവിംഗ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ഇലിസ്ട്രേഷൻ നമ്പർ 4 ബിക്കോസ് ഇലിസ്ട്രേഷൻ നമ്പർ 4 അല്ല നമ്മുടെ കോൺസെപ്റ്റ്സ് റിന്യൂവൽ ഓഫ് ബില്ലാണ്. വട്ട് എവർ ക്വസ്റ്റൻ ഫ്രം റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡിസ്കഷനിലൂടെ, ഈ ഇലിസ്ട്രേഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് അത് വളരെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഓൾ ദ പോയിന്റ്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ എക്സിന്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത് തന്നപോലെ തന്നെ ഞാൻ വൈഡ് ബുക്കിന്റെ ഡയറി ഓഫ് ഇവന്റ്സ് ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് വേണം എന്ത് ചെയ്യാൻ മക്കളെ, ജേർണൽ എൻട്രി എഴുതി പഠിക്കാനായിട്ട്. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് എവറി പോയിന്റ് വൺ ബൈ വൺ. കംഫർട്ടബിൾ ആണല്ലോ? ഫൈൻ. സോ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ വൈഡ് ബുക്സ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡയറിയുടെ ഫോമാറ്റിൽ പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ വൈഡ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഫെബ്രുവരി 2022 അന്ന് ഇവിടെ നമ്മൾ സെയിൽസ് ടു വൈൻ്റെ എൻട്രി അല്ലേ എഴുതി. അപ്പോൾ പർച്ചേസ് ഫ്രം എക്സിൻ്റെ എൻട്രി ഓർമ്മ ഉണ്ടല്ലോ. ഇതാ നമ്മൾ സെയിൽസിൻ്റെ എൻട്രി ഇവിടെ എഴുതിയില്ലേ, വൈ ടു സെയിൽ. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതണം പർച്ചേസ് ടു എക്സ്, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ 18,000 രൂപയിൽ 3,000 രൂപയുടെ ക്യാഷും 15,000 രൂപയുടെ ബില്ല് റിസീവ് ചെയ്യുന്ന എൻട്രി
നമ്മൾ എഴുതിയുള്ളത്. അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ, എങ്ങനെ വരിക, കാശ് കൊടുക്കുന്ന ബില്ല് പേ ചെയ്യുന്ന ആർക്ക്, എക്സിന്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി അല്ലേ വരിക, ഓക്കെ അല്ലേ. പിന്നെ ഡിസോണറിൻ്റെ എൻട്രി, അപ്പോൾ ബില്ല് റിസീവ് ചെയ്യുന്നത് തിരിച്ചെഴുതുക, ബിൽ പേയബിളിൻ്റെ തിരിച്ചെഴുതുന്ന എൻട്രി, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ 300 രൂപേൻ്റെ ബിൽ എന്താണ് ഇൻട്രസ്റ്റ് നമ്മൾ ഡ്യൂ ആക്കുന്ന എൻട്രി. അപ്പോൾ നമ്മൾ എഴുതിയത് വൈ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് എന്നാണ് എഴുതിയത്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിരുന്നു, അത്രയും പൈസ വൈ തരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പറയാം, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എക്സ് എന്നാ പറയാം. ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ആണ്, അത്രയും പൈസ നമ്മൾ എക്സിന് കൊടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു ഡയറി നമ്മൾ എന്താ പറഞ്ഞു, റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റെസിപ്റ്റ് ഓഫ് ന്യൂ ബിൽ. അപ്പോൾ എന്ത് ചെയ്താൽ, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എന്താണ് ബിൽസ് പേയബിളിൻ്റെ പൈസ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ പോലെ ക്യാഷ് പെയ്ഡ് അഗെയിൻസ്റ്റ് ബിൽസ് പേയബിൾ. സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ ബുക്സ് കഴിയും, വൈയുടെ ബുക്സ് കഴിയും. സോ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആൻസറിലേക്ക് വരുന്ന സമയത്ത് കോപ്പിൽ ഇവിടെ ചില കമ്പൈൻഡ് എൻട്രി ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയും അവർ എഴുതിയൊക്കെ ഒരേപോലെ തന്നെയാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. സ്റ്റഡി മെറ്റീരിയൽ സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഇതൊക്കെ പെർഫെക്റ്റ് ആണ്, ഒരു ഇഷ്യൂ പോലും ഇല്ല. സോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല നമ്മളുടെ ആൻസർ നോക്കിയിട്ട് ഇത് നോക്കിയിട്ട് അല്ല സോറി സൊല്യൂഷൻ നോക്കി ചെയ്യാൻ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, സജസ്റ്റ് ചെയ്യില്ല. സോ ഈ ഡയറി വെക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ഇനി ഇതേപോലത്തെ സിമിലർ ഇല്ലുസ്ട്രേഷൻസ് വന്നാൽ വിത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ടെസ്റ്റിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതായത് ഒരു ഇല്ലുസ്ട്രേഷൻ സോൾവിങ് ഫുൾ ഫ്ലഡ്ജ് വീഡിയോ ചെയ്യില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ജസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻസിനുള്ള എന്തൊരു ഡയറി മാത്രം പറഞ്ഞിട്ട് നേരെ അവസാനിപ്പിക്കുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഓൾ ദ പോയിന്റ് റിലേറ്റഡ് ടു റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോസുമായിട്ട് കാണാതെ വരയ്ക്കുമ്പോൾ എല്ലാവർക്കും ബൈ.